സിനിമാ താരം മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഭരിക്കുന്നു. നാളെ കേരളത്തിൽ ഒരു MLA ആയിട്ട് വരുവാണെങ്കിൽ തന്നെ കേരളത്തിൽ ഭരിക്കേണ്ട കേരളമല്ലോ. വേണ്ട വേണ്ട. ഇനിയിപ്പോൾ സാരി ബ്രാൻഡൊക്കെ തുടങ്ങി എങ്ങനെ പോകുന്നില്ല? അടിപൊളിയായിട്ട് പോകുന്നു. നല്ല എൻക്വയറീസ് ഉണ്ട്, നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 50 days നമുക്കൊരു 20K അടുത്താവാറായി. അങ്ങനെ കുറേ സാരീസ് ഇഷ്ടപ്പെട്ടത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരു ഫാമിലിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീടൊക്കെ വാങ്ങിച്ച് സ്ഥലം കിട്ടി സ്വന്തമാക്കുന്ന റീൽസൊക്കെ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? സന്തോഷം, വലിയ കാര്യമല്ലേ അത്. ആക്ച്വലി ശരിക്കും ലൂബിനാണ് പറയുന്നത്. ലൂബിൻ്റെ വീട് രാജാക്കാടായിരുന്നു, ഇടുക്കിയിൽ. അവിടെ നിന്ന് അവർ കൊടുത്തിട്ട് പാലയിലോട്ട് ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റായി. പാലയിൽ പുതിയ വീട് വാങ്ങിച്ചു. പാലരാജൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് പോകും. ഞങ്ങൾ പക്ഷേ ഇപ്പോഴും ട്രിവാൻഡ്രം സെറ്റിൽഡാണ്. ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റിൽ തന്നെയാണ്. ഇടയ്ക്ക് പേരൻസിനെ കാണാനായിട്ട് അങ്ങോട്ട് വരും. ഇപ്പോൾ ബിഗ് ബോസ് ഉള്ള ഗ്യാങ്ങിലുള്ള ഏറ്റവും വലിയ രീതിയിലാണ് ഇപ്പോൾ അക്ബറിൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തുള്ള സൗഹൃദവും കല്യാണമൊക്കെ നേരത്തെ വന്നല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? നേരത്തെ വന്ന് ഞാൻ പെട്ടുപോയി. ഞാൻ അതിനിപ്പോൾ കൊടുക്കാനിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ് നേരത്തെ വന്നിട്ട് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തിരക്കായിപ്പോയി. പാവം കല്യാണമല്ലേ. എന്നെ എല്ലാവരെയും കണ്ടില്ല, ബാക്കി എല്ലാവരെയും കാണാനുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ വന്നുകൊണ്ട് കുറച്ച് പോസ്റ്റായിപ്പോയി. എന്താ അക്ബറിനോട് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പോകുന്ന വഴിക്കാണ് നിങ്ങളെ കണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അഖിൽമാരാർ പറഞ്ഞ വിവാദമുണ്ട് പ്രസവത്തെക്കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ താങ്കൾ സ്ത്രീയാണ്, അമ്മയാവാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെ വാട്ട് വി ഹാവ് ടു ഫോളോ, അത് നമ്മുടെ ചോയ്സാണ്. ഒരാൾ പറയുന്നു, അപ്പോൾ എല്ലാവരും അതിൽ പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും അതെത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം. അത് മണ്ടത്തരം വന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളയുക. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു യുക്തി ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ശരിയാണെന്നുള്ളത് ബിലീവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ കുറച്ച് ഫെയിമായിട്ടുള്ള ആൾക്കാർ പറയുമ്പം അവരുടെ ഫാൻസ് അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് തെറ്റായിട്ട് എടുക്കരുതെന്ന് അഖിൽമാരാർ നേരത്തെ ആണെങ്കിൽ ബിഗ് ബോസ് താരം അല്ലെങ്കിൽ സിനിമാ താരം മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഭരിക്കുന്നു. നാളെ കേരളത്തിൽ ഒരു MLA ആയിട്ട് വരുവാണെങ്കിൽ തന്നെ കേരളത്തിൽ ഭരിക്കേണ്ട കേരളമല്ലോ. ഇനിയും നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോകുന്നത് ഈ രണ്ട് ഗസ്റ്റുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരാണ്. നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ അക്ബർ ഖാനൊപ്പം അക്ബറിനൊപ്പം പെർഫോം ചെയ്തിരിക്കുന്ന നമ്മുടെ ബിഗ് ബോസ് താരം. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മൂവികളിലൂടെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നോബിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്നു. എന്തായാലും ഒരു സ്നേഹ സമ്മാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. ഓക്കെ, നമുക്ക് ഈ സ്റ്റേജിൽ വീണ്ടും നമുക്കൊരു ബിഗ് ബോസ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്. അവള് പറഞ്ഞത് നിനക്ക് അനുഭവിക്കണമെന്ന് പറഞ്ഞത്. Okay.